നിങ്ങൾ കോലീബി എന്ന് കേട്ടിട്ടുണ്ടോ? സതീശൻ മറന്നതായി നടിച്ചാലും കേരളം അത് മറക്കുമോ? 1991 നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ലീഗും BJPയും സംയുക്തമായി മത്സരിച്ചതിനെയാണ് കോലീബി എന്നറിയപ്പെടുന്നത്. ബേപ്പൂരിൽ RSS നേതാവും ബാലഗോകുലം സംസ്ഥാന രക്ഷാധികാരിയുമായിരുന്ന ഡോക്ടർ K മാധവൻകുട്ടി കോലീബി സംയുക്ത സ്ഥാനാർത്ഥി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സഹയാത്രികൻ അഡ്വക്കേറ്റ് M രത്നസിംഗ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ബേപ്പൂർ സീറ്റ് ലീഗിനുള്ളതായിരുന്നു. ഉമ്മർ പാണ്ടികശാലയെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അദ്ദേഹം പ്രചരണവും തുടങ്ങി. പെട്ടെന്നായിരുന്നു ഡീൽ ഉറപ്പിച്ചത്. അതോടെ പാണ്ടികശാലയ്ക്ക് പകരം മാധവൻകുട്ടി പൊതു സ്ഥാനാർത്ഥി എന്ന ലേബലിലെത്തി. സ്വന്തം കുട്ടി എന്നായിരുന്നു അന്ന് ലീഗ് അധ്യക്ഷൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാധവൻകുട്ടിയെ വിശേഷിപ്പിച്ചത്. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ആ അവിശുദ്ധ സഖ്യത്തെ അറബിക്കടലിൽ മുക്കി. ബേപ്പൂരിൽ LDFിലെ TK ഹംസയും വടകരയിൽ KP ഉണ്ണികൃഷ്ണനും കൂടുതൽ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. എന്നാൽ അന്നത്തെ ഡീല് ബേപ്പൂരിലും വടകരയിലും മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന സത്യം പിന്നീട് പുറത്തു വന്നു. കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ കോലീബി സഖ്യമുണ്ടായിരുന്നു. BJP നേതാവായിരുന്ന KG മാരാർ തന്റെ ആത്മകഥയായ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്ന ബുക്കിൽ പാഴായ പരീക്ഷണം എന്ന അധ്യായത്തിൽ ഈ ഡീലിന്റെ മുഴുവൻ കഥയും പറയുന്നുണ്ട്. അന്ന് ഡീൽ ഉറപ്പിച്ച 20 മണ്ഡലങ്ങളിൽപ്പെട്ട മഞ്ചേശ്വരത്തെ BJP സ്ഥാനാർത്ഥിയായിരുന്നു KG മാരാർ. പുസ്തകത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗും കേരള കോൺഗ്രസും BJPയുമായുള്ള ധാരണ പ്രതീക്ഷയോടെയാണ് വീക്ഷിച്ചത്. ലീഗും BJPയും തമ്മിൽ അടുക്കുമോ എന്ന സംശയമായിരുന്നു ആദ്യം ചിലർക്ക്. എന്നാൽ ലീഗ് നേതാക്കളും BJP പ്രതിനിധികളും നിരവധി തവണ ചർച്ച നടത്തി. മറ്റു കക്ഷികളെക്കാൾ സഹകരണ സമീപനം അവരിൽ നിന്നുണ്ടായി. BJP സഹകരണം ഉറപ്പിക്കുന്നതിൽ കരുണാകരൻ അത്യുത്സാഹം കാട്ടി. തിരുവനന്തപുരവും എറണാകുളവും മലപ്പുറവും തൃശൂരും കോഴിക്കോടും കൂടിയാലോചനകൾക്ക് വേദിയായി. ഒടുവിലുണ്ടായ ധാരണ പ്രകാരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ബേപ്പൂരിൽ ഡോക്ടർ K മാധവൻകുട്ടിയെ നിർത്താനും വടകരയിൽ ലോക്സഭാ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് രത്നസിംഗിനെ പൊതു സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും തീരുമാനിച്ചു. ധാരണയിലെ പരസ്യമായ ഈ നിലപാടിനു പുറമെ മഞ്ചേശ്വരത്ത് KG മാരാർ, തിരുവനന്തപുരം ഈസ്റ്റിൽ K രാമൻപിള്ള, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ O രാജഗോപാൽ എന്നിവർക്ക് ഐക്യമുന്നണി പിന്തുണ നൽകാൻ ധാരണയിലെത്തിയിരുന്നു. KG മാരാർക്ക് ജയിക്കാൻ ആവശ്യമായ വോട്ട് കോൺഗ്രസും ലീഗും നൽകുന്നുണ്ടെന്ന് ഉറപ്പായി. അതിനായി ഓരോ മുതിർന്ന നേതാക്കളെ തന്നെ ചുമതലപ്പെടുത്തിയതായും അറിയിച്ചു. പരമ്പരാഗത വൈരം പോലും മറന്ന് നിശ്ചിത ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകാൻ BJP പ്രവർത്തിച്ചു. ആ വോട്ട് പാഴാക്കില്ലെന്നും BJP സ്ഥാനാർത്ഥികളായ KG മാരാർ, O രാജഗോപാൽ, K രാമൻപിള്ള എന്നിവർക്ക് UDF വോട്ട് നൽകി ജയിപ്പിക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പക്ഷേ മറിച്ചായിരുന്നു. ധാരണയനുസരിച്ച് BJP പ്രവർത്തിച്ചെങ്കിലും അതുപോലൊരു സഹകരണം UDF പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുണ്ടായില്ല. ഇതിൽ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്. മുസ്ലിം ലീഗുമായി 3 വട്ടം ചർച്ച നടത്തി എന്നതാണ് ഒന്ന്. കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSുമായി ഒരു സഖ്യവും ഉണ്ടാക്കില്ല എന്ന് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച CH മുഹമ്മദ് കോയയുടെ പാർട്ടിയാണ് ഈ 3 ചർച്ചയിൽ പങ്കെടുത്തതും RSSുമായി ഡീൽ ഉണ്ടാക്കിയതും. മറ്റൊന്ന്, BJPയുമായി ഉണ്ടാക്കിയ ധാരണ കൊണ്ട് മാത്രമാണ് 1991 UDF അധികാരത്തിൽ വന്നത് എന്നതാണ്. ഉത്തരേന്ത്യൻ സ്റ്റൈലിൽ കേരളത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ പടപടയായി BJPയിൽ ചേക്കേറുന്നത് മറ്റൊരു പ്രതിഭാസമാണ്. BJP ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും തൊട്ടുകൂടാത്ത പാർട്ടിയല്ല. K കരുണാകരന്റെ മകൾ പത്മജ ഇന്ന് BJP സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് സാംസ്കാരിക വിഭാഗം കൺവീനറായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനും ഇപ്പോൾ BJPയിലാണ്. UDF സർക്കാരിന്റെ കാലത്ത് കാലടി സംസ്കൃത സർവകലാശാല VCയും PSC ചെയർമാനുമായിരുന്നു രാധാകൃഷ്ണൻ. കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകനും KPCC IT സെൽ കൺവീനറുമായിരുന്ന അനിൽ ആന്റണിയും BJPയുടെ പ്രമുഖനാണിന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത കോൺഗ്രസുകാർ ചേക്കേറുന്നത് BJPയിലാണ്. 6 മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് വന്നവരാണ്. തലസ്ഥാനത്ത് കോലീബി ഡീൽ ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് നുസൂർ തന്നെ തുറന്നടിച്ചിരിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് മറിക്കാനും പകരം അരുവിക്കരയിലും വട്ടിയൂർക്കാവിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുമാണ് ഡീൽ എന്നാണ് വെളിപ്പെടുത്തൽ. ഇന്ന് കേരളത്തിൽ മുഴുവനും കേൾക്കുന്നത് ഡീൽ എന്ന വാക്ക് മാത്രമാണ്. ഡീലുകൾ ആരൊക്കെ തമ്മിലാണെങ്കിലും രാഷ്ട്രീയക്കാർ ഓർക്കേണ്ട ഒന്നുണ്ട്: ജനങ്ങളെ എല്ലാ കാലവും പറ്റിക്കാനാവില്ല. മലയാളികളുടെ നിഷേധിയായ സംവിധായകൻ ജോൺ എബ്രഹാം തന്റെ അമ്മയെ അറിയാൻ എന്ന സിനിമയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഒരു കവിയും ഗ്വാട്ടിമലയിലെ വിപ്ലവകാരിയും ഗറില്ല പോരാളിയുമായിരുന്ന ഓട്ടോ റെനെ കാസിലോ. അയാൾ എഴുതിയ വരികൾ എന്നും ഓർക്കേണ്ടതാണ്. ഒരു ദിവസം ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എന്റെ രാജ്യത്തിലെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. അന്ന് ദരിദ്രരായ മനുഷ്യർ വരും. ഈ അരാഷ്ട്രീയ ബുദ്ധിജീവികളുടെ കവിതകളിലും കഥകളിലും ഒരിക്കലും ഇടം കിട്ടിയിട്ടില്ലാത്തവർ, എന്നാൽ ദിവസവും അവർക്ക് അപ്പവും പാലും കൊടുത്തവർ, ഇറച്ചിയും മുട്ടയും കൊടുത്തവർ, അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുത്തവർ, അവരുടെ കാർ ഓടിച്ചവർ, അവരുടെ പട്ടികളെ വളർത്തിയവർ, അവരുടെ ഉദ്യാനങ്ങൾ കാത്തു സൂക്ഷിച്ചവർ. അവർ വരും, വന്നു ചോദിക്കും: യാതനകളിൽ ദരിദ്രന്റെ ജീവിതവും സ്വപ്നവും കത്തിയേറുകയായിരുന്നപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ?